3 മക്കളുണ്ട്. ഒരു കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഇനി മുഴുവൻ നിയാസിക്ക്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. എല്ലാവരുടെയും ഉത്തരവാദിത്വം അവരവരിൽ തന്നെയാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അവരെ ബന്ധുക്കളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ചോദ്യം ചോദിച്ച് അവരെ കൊണ്ട് കരയിപ്പിക്കുക, എങ്ങനെയും റീച്ച് ഉണ്ടാക്കിക്കുക. ആ ഒരു പരിപാടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. നവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന ചോദ്യം ചോദിക്കുകയാണ്. അവതാരയ്ക്ക് വേണ്ടത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് 2 കണ്ണുനീരിറ്റ് വീഴുന്നതാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവര് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോയി. മനസ്സിലാക്കേണ്ട ആദ്യത്തെ ചോദ്യം, ഒരുപക്ഷെ അവസാനിപ്പിക്കേണ്ട ചോദ്യം, ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളുടെ തലയിലേക്കായി എന്നതിലാണ്. അദ്ദേഹം പറയുന്നത് അല്ല, എൻ്റെ തലയിലേക്കല്ല. ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അവരവരുടെ തൊട്ടടുത്ത ആളുകൾക്ക് തന്നെ ഉള്ളൂ, വേറെ ആർക്കില്ല. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കേൾക്കണം ഇത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രഹന നവാസ് അധ്വാനിച്ചു വെച്ചതുണ്ട്. ഒരു 4-5 കോടിയുടെ അസറ്റ് അവനുണ്ട്. രഹന തന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതില് വേദനയുണ്ട്, അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറയാൻ പ്രാപ്തരായല്ലോ അവര്. കണ്ടില്ലേ, അവർക്ക് അത്യാവശ്യം നല്ല സമ്പത്തുണ്ട്. ഇദ്ദേഹം പോയിട്ട് അവരെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൊരു വേദനയുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അങ്ങനൊരു വേദനയൊന്നും ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്തരം വേദനകളൊന്നും നമ്മൾ പിന്തുടരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ചോദ്യങ്ങൾ മുഴുവൻ 2 തുള്ളി കണ്ണീരിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചേച്ചി ഇപ്പൊ എങ്ങനെയാ റിക്കവർ ആയ? സമയമെടുക്കും. നമ്മൾ എങ്ങനെ പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ എന്താന്നുള്ളത് നമുക്ക് കുറെ സമയമൊക്കെ വളരെ ബെറ്റർ ആയിട്ടിരിക്കും, വേറെ ചില സമയങ്ങളിൽ വളരെ ഡൗൺ ആവും. അത് എത്ര വന്നാലും ചില ഓർമ്മകൾ വരുമ്പോ നമ്മളത് വേട്ടയാടിക്കൊണ്ടിരിക്കും. തീർച്ചയായും നോക്കൂ, ഇത് നോക്കിക്കോളൂ. മരിച്ചുപോയ ഒരാളുടെ ഭാര്യയെ കുറിച്ച് ചോദിക്കുന്നത്, അവർ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നത് ശരിയാണ്. ഇതൊക്കെ ഒരു നാച്ചുറൽ സംഭവിച്ചു പോകുന്ന ചോദ്യങ്ങളായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെ അതിര് കടന്ന് ചില ചോദ്യങ്ങളൊക്കെ പോകുന്നു എന്നതാണ്. കഴിഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവാസിക്ക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഏതൊരു ഭാര്യയ്ക്കും അങ്ങനെയാണല്ലോ. അതങ്ങനെയാണല്ലോ, എന്റെ ഭാര്യയ്ക്കും അങ്ങനെ പറ്റില്ല. ഭാര്യ ഇല്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ ആ ബന്ധത്തിന്റെ തീവ്രതയാണ്. ഒരു അപ്രതീക്ഷ വിയോഗമായിരുന്നു അല്ലെ. എപ്പോഴും ആള് കൂടെ ഉള്ളത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, നമുക്ക് നഷ്ടങ്ങളിൽ എപ്പോഴും ഒരു വേദന ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളതിനെ ഞാനതിനെ ഓവർകം ചെയ്തു എന്നാണ് എനിക്ക് പറയാനായിട്ട്. ആദ്യം സ്റ്റാർട്ടിങ് കുറച്ച് ദിവസങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് ഓവർകം ചെയ്തു. മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അത് നമുക്കിടയിലുള്ള ആ ഒരു ബന്ധങ്ങളുടെ, അല്ലെങ്കിൽ നമ്മള് കരുതി വെച്ചിട്ടുള്ള ചില സംഗതികളുടെ പര്യവസാനത്തിൽ ഉണ്ടാവുന്ന വേദനയാണ്. എത്ര കൃത്യമായിട്ട്, എത്ര പക്വതയോട് കൂടിയിട്ട് ഈ ഒരു മനുഷ്യൻ ഉത്തരം പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വീഴാൻ വേണ്ടിയിട്ട് ആ പാവം പെൺകുട്ടി കുറെ ശ്രമിച്ചു എന്നല്ലാതെ അതിന് നടന്നില്ല. അതിന്റെ ദുഃഖം അവർക്ക് ഉണ്ടായിരിക്കാം. എന്നിട്ടും ഇത്തരം സംഗതികളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് അവർ ഇടുകയും ചെയ്തു കേട്ടോ. എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സംഗതികളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇത് വീണ്ടും 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 മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി നോവിച്ച് എന്ത് വ്യൂസ്, എന്ത് തേങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്?